കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതോടെ പൂർത്തിയാകാനൊരുങ്ങുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ മുൻകൈയിൽ തുരങ്കപാത പൂർത്തിയാക്കുന്നതോടെ LDF ജനങ്ങൾക്ക് നൽകിയ മറ്റൊരു വാഗ്ദാനം കൂടിയാണ് പൂർത്തിയാകുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള മൂന്നാമത്തെ തുരങ്കപാതയായിരിക്കും ഇത്. 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുതിയ തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ഔദ്യോഗിക തുടക്കമായതോടെ ചരിത്ര നിയോഗത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് കേരളം. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ താമരശ്ശേരി ചുരത്തിന് ബദൽ പാതയായി തുരങ്കപാത മാറും. നിർമ്മാണം പൂർത്തിയായാൽ രാജ്യത്തെ മൂന്നാമത്തെ വലിയ തുരങ്കമാകും ആനക്കാംപൊയിൽ മേപ്പാടി പാത. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്നാണ് തുരങ്കപാതയിലേക്കുള്ള 4 വരി പാത ആരംഭിക്കുന്നത്. ആനക്കാംപൊയിലിൽ നിന്നും മറിപ്പുഴയിലേക്ക് 6.6 കിലോമീറ്റർ 4 വരി പാതയും മറിപ്പുഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 70 മീറ്റർ നീളത്തിൽ പാലവും നിർമ്മിക്കും. മറിപ്പുഴയിൽ നിന്ന് 2 കിലോമീറ്റർ റോഡ് 4 വരി പാത പിന്നിട്ടാൽ തുരങ്കപാത തുടങ്ങുന്ന സ്വർഗം കുന്നിലെത്തും. സ്വർഗം കുന്ന് മുതൽ വയനാട് ജില്ലയിലെ കള്ളാടി വരെ 8.11 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തുരങ്കം നിർമ്മിക്കുക. തുടർന്ന് 9 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മേപ്പാടിയിലെത്താം. വെള്ളരിമല, ചെമ്പ്രമല എന്നിവ തുരന്നാണ് തുരങ്കപാത നിർമ്മിക്കേണ്ടത്. ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയാണ് തുരങ്ക നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തുന്നത്. തുരങ്കപാതയിൽ അഗ്നിരക്ഷാ സൗകര്യം, CCTV സംവിധാനം, ബ്രേക്ക് ഡൗൺ ആകുന്ന വാഹനങ്ങൾ മാറ്റിയിടാനുള്ള പ്രത്യേക പാത, അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ പുറത്തെത്തിക്കാൻ സൗകര്യം, വായു മലിനീകരണ നിയന്ത്രണം തുടങ്ങിയവയും ഉണ്ടാകും. 2134 കോടി രൂപയാണ് പാതയ്ക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 1341 കോടി രൂപ തുരങ്കപാത നിർമ്മാണത്തിനും 160 കോടി രൂപ തുരങ്കപാതയിലേക്കുള്ള അപ്രോച്ച് റോഡിനുമാണ് വകയിരുത്തിയത്. തുരങ്കപാത നിർവഹണ ഏജൻസി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ്. കിഫ്ബിയാണ് ഫിനാൻസി ഏജൻസി. തുരങ്കപാത നിർമ്മാണ കരാർ ബിൽഡ് കോൺ ലിമിറ്റഡും അപ്രോച്ച് റോഡ് ചുമതല റോയൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കുമാണ്. 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള താമരശ്ശേരി ചുരത്തിലെ 9 മുടി പിൻവളവുകളാണ് യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുന്നത്. ചുരത്തിൽ വലിയ വാഹനങ്ങൾ തകരാറിലാകുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും കാരണം മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങുന്ന സാഹചര്യമുണ്ട്. വയനാട്ടുകാർക്ക് കോഴിക്കോട്ടെ ആശുപത്രികളിലേക്കുള്ള പ്രധാന പാതയായ താമരശ്ശേരി ചുരത്തിലെ തടസ്സങ്ങൾ ദുരിതമായി മാറാറുണ്ട്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ വയനാടും കോഴിക്കോടും തമ്മിലുള്ള ബന്ധത്തിന് അടുപ്പം കൂടും. കഴിഞ്ഞ 3 ദിവസമായി ഒറ്റപ്പെട്ടൊരു തുരുത്താണ് വയനാട്. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിഞ്ഞതോടെ വഴിയടഞ്ഞുപോയി. പല വഴികൾ തേടി ഒടുക്കം മണിക്കൂറുകൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന വയനാട്ടുകാർക്ക് തുരങ്കപാത കേവലം ഒരു വികസന പദ്ധതിയല്ല, വൈകാരികമായി നോക്കിക്കാണുന്ന പ്രതീക്ഷയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജും അത്യാധുനിക സ്വകാര്യ ആശുപത്രികളും തന്നെയാണ് ഇന്നും വിദഗ്ധ ചികിത്സയ്ക്ക് വയനാട്ടുകാർക്ക് ആശ്രയം. റെയിൽവേ, വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയ്ക്കും ഉന്നത പഠനത്തിനും ജോലി ആവശ്യങ്ങൾക്കും നിരന്തരം ചുരമിറങ്ങുന്നവരാണ് വയനാട്ടുകാർ. ബദൽ പാത എന്ന ഈ നാടിന്റെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പലകുറി തട്ടി തടഞ്ഞു വീണ പല പദ്ധതികൾക്കും മുൻപിൽ മേപ്പാടി തുരങ്കപാത ഉദ്ഘാടനത്തിനൊരുങ്ങുമ്പോൾ തുറക്കുന്നത് വികസന സ്വപ്നങ്ങളുടെ കവാടം കൂടിയാണ്. ഗതാഗത സൗകര്യങ്ങളിലെ ഈ കുതിപ്പ് കൂടാതെ ചരക്കു ഗതാഗതത്തിൽ നിർണായക സ്ഥാനം വഹിക്കാൻ തുരങ്കപാതയ്ക്കാകും. വിഴിഞ്ഞം, വല്ലാർപാടം തുറമുഖങ്ങളെ ബംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായി ഇത് മാറും. വയനാട്ടിലെയും കോഴിക്കോടിന്റെയും മലയോര മേഖലയിലെയും കാർഷിക വിളകൾ പ്രധാനമായും കാപ്പി, തേയില, വാഴ, കുരുമുളക്, ഏലം, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയുടെ ചരക്കു നീക്കത്തിലും വാണിജ്യ താൽപര്യങ്ങൾക്കും പാത മുതൽക്കൂട്ടാകും. ബംഗളൂരു, മൈസൂരു, കൊച്ചി വ്യവസായ ഇടനാഴിലെ സുപ്രധാന വഴിത്തിരിവാകും ഈ തുരങ്കപാത. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ടൂറിസം വികസനത്തിനും തുരങ്കപാത നിർണായകമാവും. ഇപ്പോൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ 4 വർഷത്തിനുള്ളിൽ തുരങ്കപാത പൂർത്തിയായാൽ ടൂറിസം രംഗത്തും കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകും.